The Election Specialist 24. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടി IT റിട്ടേണിൽ അക്കൗണ്ട് വിവരങ്ങൾ കാണിക്കാത്തതിനെ തുടർന്ന് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച 1 കോടി രൂപ ചെലവാക്കരുതെന്ന് CPIMന് നിർദ്ദേശം. കോടതിയെ സമീപിക്കുമെന്ന് MV ഗോവിന്ദൻ. രാഷ്ട്രീയ വേട്ടയാടലെന്ന് സീതാറാം യെച്ചൂരി. കരുവന്നൂർ കേസിൽ MM വർഗീസിനെ ED തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ നിലപാടുകളിൽ കടുത്ത പ്രതിഷേധം. പാർട്ടി കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അത് UDF മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയുമായിട്ടുള്ള ബന്ധം. മോൻസ് ജോസഫ് ഇല്ലാത്ത ഒരു പാർട്ടിയോ ഒരു മുന്നണി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കാണും. UDFുമായി ഇനി ബന്ധമില്ലെന്ന് സജി മഞ്ഞക്കടമ്പിൽ 24നോട്. തിരുവനന്തപുരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വെള്ളനാട് ശശി CPIMൽ. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് തേടുന്നുവെന്ന് ഡോക്ടർ ശശി തരൂർ. ഗുരുതര ആരോപണം 24ന്റെ മീറ്റ് ദി കാൻഡിഡേറ്റിൽ. തെളിവുകളുണ്ട്, പക്ഷേ ആ തെളിവിനെ പബ്ലിക്കലി കാണിക്കാനുള്ള ബുദ്ധിമുട്ട് പണം എടുത്തവരോ പണം കിട്ടിയവരോ പണത്തിൻ്റെ പ്രോമിസ് കേട്ടവരോ അവർ പബ്ലിക്കലി അത് പറയാൻ തയ്യാറായിരിക്കുന്നില്ല. പ്രൈവറ്റ്ലി പലരും പറഞ്ഞു. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJPക്ക് 2ാം സ്ഥാനം പോലും കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. CAA വിഷയത്തിൽ കോൺഗ്രസിന്റേത് കുറ്റകരമായ മൗനമെന്നും വിമർശനം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മത്സരരംഗത്താകെ 204 സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. CPIയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. 24ന്റെ സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് ആലുവയിൽ. കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 CPIM അനുഭാവികൾ അറസ്റ്റിൽ. തെളിവെടുപ്പിനിടെ 7 ബോംബുകൾ കണ്ടെത്തി. ഉന്നതതല യോഗം വിളിച്ച് ADGP MR അജിത് കുമാർ. പാർട്ടിക്ക് പങ്കില്ലെന്നും ഗൌരവമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. ബോംബ് നിർമ്മാണം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് MM ഹസൻ. പാനൂരിൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ സമാധാന റാലി. മദ്യനയ അഴിമതി കേസിൽ EDയെ വെല്ലുവിളിച്ച് ഡൽഹി മന്ത്രി അതിഷി. ആം ആദ്മി നേതാക്കളിൽ നിന്ന് 1 രൂപ പോലും കണ്ടെത്താനായില്ലെന്ന് ഡൽഹി മന്ത്രി. സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾക്ക് EDക്ക് മറുപടിയില്ലെന്നും വിമർശനം. കോയമ്പത്തൂരിലെ BJP സ്ഥാനാർത്ഥി K അണ്ണാമലയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി DMK. കായിക മത്സരത്തിന്റെ മറവിൽ കന്നി വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നുവെന്ന ആരോപണം. ഇന്ത്യ സഖ്യത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷൻ സമ്പാദിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് കുറ്റപ്പെടുത്തൽ. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ ദൌത്യമായിരുന്നുവെന്ന് നരേന്ദ്രമോദി. 12ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. റായ്ബറേലിയും അമേഠിയിലും സ്ഥാനാർത്ഥികളായില്ല. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ചൂട് പിടിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള സമഗ്ര റിപ്പോർട്ടുകളുമായി 24 ഇലക്ഷൻ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets. ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ഉത്തരവിന്റെ പകർപ്പ് 24ന് ലഭിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 4 അക്കൗണ്ടുകളാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ CPIMനെ അനുവദിക്കരുതെന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർക്ക് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകി. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ ഉത്തരവിൽ കൂടുതലായി കാര്യങ്ങൾ പറയുന്നുണ്ടോ, വ്യക്തമാക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്? ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂരിലെ മെയിൻ ബ്രാഞ്ച് MG റോഡിലെ മെയിൻ ബ്രാഞ്ചിലെ ചീഫ് മാനേജർക്കും അതോടൊപ്പം തന്നെ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിക്കുമാണ് ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഈ മരവിപ്പിച്ച ഈ ബാങ്ക് അക്കൗണ്ടുകൾ CPIMന്റെ നിക്ഷേപങ്ങൾ ക്രയവിക്രയം ചെയ്യരുത് എന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് മാനേജർക്കും ഒപ്പം CPIMന്റെ ജില്ലാ കമ്മിറ്റിക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 4 അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്.
അത് ഇപ്രകാരമാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ 4 ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് ഒരു അക്കൗണ്ടാണ് ഇവർക്ക് CPIM-ന് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ, തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. പക്ഷേ അത് ഒരു അക്കൗണ്ട് അല്ല, നേരെ മറിച്ച് 4 അക്കൗണ്ടുകൾ അവിടെ ഉണ്ട് എന്ന് ഇൻകം ടാക്സ് വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അവരുടെ ഈ 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. അതിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ യാതൊരു കാരണവശാലും അതിലുള്ള നിക്ഷേപങ്ങൾ ക്രയവിക്രയം ചെയ്യരുത് എന്ന് ഇൻകം ടാക്സിന്റെ ഈ ഉത്തരവിൽ പറയുന്നു. അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു. അത് മാനേജർക്കും നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഒപ്പം CPIM-നും ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട്. CPIM-ന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്. കച്ചത്തീവ് തിരിച്ചുപിടിക്കാൻ നടപടി ആരംഭിച്ചു കേന്ദ്ര സർക്കാർ. ആദ്യഘട്ട ശ്രമങ്ങൾ വിജയകരമെന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു വിവാദം ഉയർത്തിവിടുന്നതിന്റെ സാധുത എന്ത് എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യലുകൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പല കോണുകളിൽ നിന്നും ശ്രീലങ്കയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ ചർച്ച ആവശ്യമില്ല എന്ന്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും ആദ്യഘട്ട ശ്രമം വിജയകരമെന്നും മന്ത്രി പറഞ്ഞിട്ടുള്ളത്? അനുജ, ശ്രീലങ്കയുമായി സംസാരിച്ചു എന്ന അർത്ഥത്തിലാണ് ഇന്നിപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ എൽ മുരുകൻ പറയുന്നത്. ആദ്യഘട്ട സംഭാഷണങ്ങൾ വിജയകരമാണ് എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടാണ് ശ്രീലങ്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതിൻ്റെ മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ ഈ സംഭാഷണം നടന്നതിൻ്റെ, എഴുത്തുകുത്തുകൾ നടന്നതിൻ്റെ തെളിവുകളൊന്നും തന്നെ പറയുന്നില്ല. ആദ്യഘട്ട ശ്രമങ്ങൾ വിജയകരം എന്നുള്ളത് മാത്രം. അതായത് കച്ചത്തീവ് തിരിച്ചു പിടിക്കാൻ, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയും നീലഗിരിയിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള എൽ മുരുകൻ പറയുന്നത്. എന്നാൽ ശ്രീലങ്ക നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ശ്രീലങ്കയിലെ 2 മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നേരത്തെ തന്നെ നടത്തിയതാണ്. ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി എന്തായാലും ശ്രീലങ്ക നൽകും. ശ്രീലങ്കയുടെ ഭാഗം തന്നെയാണ് കച്ചത്തീവ് നിലവിൽ എന്നുള്ളൊരു കാര്യം ശ്രീലങ്കൻ മന്ത്രിമാർ തന്നെ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യം നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അത് കേന്ദ്ര സർക്കാർ അതിനുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ എൽ മുരുകന്റെ ഭാഗത്തു നിന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട ഇടപെടലുകൾ എന്തായാലും വിജയകരമാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അനുജ, കച്ചത്തീവ് തിരിച്ചു പിടിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. അതിന്റെ ആദ്യഘട്ട ശ്രമങ്ങൾ വിജയകരം എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണം. കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 3 CPIM അനുഭാവികൾ അറസ്റ്റിൽ. ചെറുപറമ്പ് സ്വദേശി ഷെബിൻലാൽ, കുന്നോത്തുപറമ്പ് സ്വദേശി അതുൽ കെ, ചെണ്ടയാട് സ്വദേശി അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. പാലക്കാട്ട് നിന്ന് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുമായുള്ള തെളിവെടുപ്പിനിടെ ബോംബ് നിർമ്മാണം നടന്ന വീടിനടുത്ത് നിന്ന് 7 ബോംബുകൾ കൂടി കണ്ടെത്തി. പാനൂർ സ്ഫോടനത്തിനു പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ബോംബ് നിർമ്മാണത്തിനായി ആസൂത്രിത ഗൂഢാലോചന നടന്നു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷിനുമൊപ്പം 10ഓളം പേർ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതിൽ 2 പേർ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പ്രദേശവാസികളായ വിനോദ്, അശ്വന്ത് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഇവരെ ആശുപത്രിയിലെത്തിച്ച ചെണ്ടയാട് സ്വദേശി അരുണിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്ന മറ്റ് 3 പേരെ കുറിച്ചുകൂടി വിവരം ലഭിച്ചത്. പിന്നാലെ ഷെബിൻലാലിനെയും അതുലിനെയും കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പാനൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ സ്ഥലത്തുനിന്ന് 7 ബോംബുകൾ കൂടി കണ്ടെടുത്തു. ഇതിനിടെ കേസിൽ സായുജ് എന്നയാളെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പാനൂർ സ്റ്റേഷനിലെത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 പേരുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തിയേക്കും. 24 കണ്ണൂർ. പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ ബോംബ് രാഷ്ട്രീയം സജീവ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി UDF. CPIM-ന് ബന്ധമില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്നും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും UDF ആരോപിക്കുന്നു. പാനൂർ മൂളിയത്തോട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPM അനുഭാവി കൊല്ലപ്പെട്ട സംഭവം സജീവ തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കുകയാണ് UDF. പരാജയഭീതിയിൽ CPIM ബോംബ് രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നതായി UDF ആരോപിക്കുന്നു. വടകരയിലടക്കം ബോംബ് രാഷ്ട്രീയം പ്രധാന പ്രചരണ വിഷയം. ബോംബ് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ഉപകരണമാകുന്നതെന്ന് CPIM വ്യക്തമാക്കണമെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. കലാപാസൂത്രണം അന്വേഷണ വിധേയമാക്കണം. ആർക്കുവേണ്ടി, എന്തിനുവേണ്ടി ബോംബ് നിർമ്മിച്ചുവെന്ന് പരിശോധിക്കണമെന്നും ഷാഫി. ഇപ്പൊ ഇവിടുത്തെ എന്ത് സാഹചര്യമാണ് നാട്ടിൽ ബോംബ് ഉണ്ടാക്കി സൂക്ഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് നാട്ടിൽ നിലവിലുള്ളത്?
ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത്? എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് CPIM-ന്റെ സാധാരണ പ്രവർത്തകരോടാണ്. പാനൂർ സ്ഫോടനം തീർത്തും നിയമവിരുദ്ധമായ പ്രവർത്തനമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ഗൗരവമായി അന്വേഷണം നടത്തും. CPIM-ന് ബന്ധമില്ലെന്നും മുഖ്യമന്ത്രി. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. ഇത് CPIM-മായി യാതൊരു ബന്ധവുമില്ല എന്ന് CPIM തന്നെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വടകരയിൽ LDF-ന് ആശങ്കയില്ല. അപ്പോൾ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാതെ മാത്രമല്ല, പാർട്ടി മുമ്പേ തന്നെ, ഇപ്പോഴൊന്നുമല്ല, മുമ്പേ തന്നെ തള്ളിപ്പറയുകയും പാർട്ടി സഖാക്കളെ തന്നെ കടന്നാക്രമിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സൈസ് വിഭാഗമാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ UDF സമാധാന സന്ദേശ റാലി സംഘടിപ്പിച്ചു. 24 കണ്ണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. പാർട്ടിയിലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി. UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. 24-ലൂടെയാണ് സജി മഞ്ഞക്കടമ്പിൽ തന്റെ രാജിപ്രഖ്യാപനം നടത്തിയത്. ഒരു പാവയായി, ഒരു മണ്ടനായ ജില്ലാ പ്രസിഡന്റായി തുടരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അവരെ ഉപദ്രവിക്കാനില്ല. പാർട്ടി കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി അതൃപ്തനായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പൂർണ്ണമായും അവഗണിച്ചതോടെയാണ് രാജിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ, കലാകാലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് കൺവീനർ, ചെയർമാനായിരിക്കുന്നത് DCC പ്രസിഡന്റുമാണ്. അതിന് ഘടകവിരുദ്ധമായി ഇത്തവണ കൺവീനർ സ്ഥാനം, ജനറൽ കൺവീനർ സ്ഥാനം മോൻസ് ജോസഫ് അങ്ങ് ഏറ്റെടുത്തു. ചെയർമാനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തോട് പണക്കില്ല, അദ്ദേഹം ഏറ്റെടുക്കില്ലെന്നുണ്ട്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് എന്നെ വെട്ടാൻ വേണ്ടി അദ്ദേഹം തന്ത്രപൂർവ്വം നീക്കി. ഇന്നലെ പറഞ്ഞല്ലോ, നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് 4ാമത് എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പകരം വേറെ ചില പ്രാതിനിധ്യം പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്ത്. അവഗണനയ്ക്ക് പിന്നിൽ മോൻസ് ജോസഫ് MLA ആണെന്നാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ ആരോപണം. അത് UDF മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയുമായിട്ടുള്ള ബന്ധം. മോൻസ് ജോസഫ് ഇല്ലാത്ത ഒരു പാർട്ടിയോ ഒരു മുന്നണി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കാണില്ല. 5-6 തവണ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഫോണിക്കൂടെ ഞാൻ അതൊക്കെ കേട്ട് ശ്രമിച്ചു. പല തവണയും ഈ സംഭവം ഉണ്ടായി. ഇത് ഞാൻ പാർട്ടി നേതാക്കളെ അറിയിച്ചതാ. UDF-യുമായുള്ള ബന്ധം പൂർണ്ണമായി സജി ഉപേക്ഷിച്ചു. ഭാവി പ്രവർത്തനങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സജി മഞ്ഞക്കടമ്പിൽ മാത്രമല്ല, കൂടുതൽ നേതാക്കൾക്ക് സമാനമായ പരാതിയുണ്ടെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതും മറനീക്കി പുറത്തു വന്നേക്കാം. അങ്ങനെ വന്നാൽ UDF-ന് തെരഞ്ഞെടുപ്പിൽ അത് വലിയ വെല്ലുവിളിയാകും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. KPCC എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി CPIM-ൽ ചേർന്നു. കോൺഗ്രസിന്റെ BJP അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വെള്ളനാട് ശശി പറഞ്ഞു. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചു. ഇപ്പോൾ CPI-യുടെ പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. അതിന്റെ തത്സമയ ചടങ്ങുകളാണ് പ്രേക്ഷകർ കാണുന്നത്. CPI-യുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ട്. പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. Friends, you must have got our manifesto copy, press note explaining the salient points of our manifesto. Friends, 2024 parliament elections are very critical for the country and its future. Ever since BJP came to power with Mr. Modi as Prime Minister, country has been passing through multiple crises. The BJP rule, Mr. Modi rule, has been proved to be
disastrous for the country as a whole. The Constitution is under attack. BJP, being the political arm of RSS, is trying to subvert the Constitution and ultimately replace the present Constitution given to us by Dr. Ambedkar and galaxy of leaders. The present Constitution defines India as a secular democratic republic. And India is facing a threat today, whether CPIയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി രാജയാണ് സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി തുടങ്ങിയ വിഷയങ്ങൾ, സോഷ്യലിസം, ഫെഡറലിസം ഇതെല്ലാം നടപ്പാക്കാനായുള്ള പോരാട്ടമാണ് വാഗ്ദാനം ചെയ്യുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഭരണഘടന തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് എന്ന് രാജ സൂചിപ്പിക്കുകയും ചെയ്തു. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. KPCC എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി CPI-ൽ ചേർന്നു. റിപ്പോർട്ട് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് ജില്ലയിലെ മുതിർന്ന നേതാവ് വെള്ളനാട് ശശിയുടെ കൂടുമാറ്റം. 45 വർഷക്കാലം ജനപ്രതിനിധിയായ വെള്ളനാട് ശശി വെള്ളനാട് പഞ്ചായത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. KPCC എക്സിക്യൂട്ടീവ് അംഗവും വെള്ളനാട് ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് ഇപ്പോൾ വെള്ളനാട് ശശി. കോൺഗ്രസ് നേതൃത്വത്തിന്റെ BJP അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വെള്ളനാട് ശശി. ഇപ്പോൾ BJP ജയിച്ചാലും കുഴപ്പമില്ല, CPM ജയിക്കരുത് എന്നുള്ള ഒരു നിലപാടിലേക്ക് എടുത്തപ്പോൾ നമുക്കതിനകത്ത് ബുദ്ധിമുട്ടാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടിയുടെ ഭാഗമാകുമെന്ന് ആനാവൂർ നാഗപ്പൻ. ഇന്നത്തെ കോൺഗ്രസിന്റെ തെറ്റായ പോക്കിൽ പ്രതിഷേധിച്ച് അതിൽ മനമെടുത്ത് നിരവധിയായ ആളുകൾ ഇനിയും കോൺഗ്രസിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. അതേസമയം വെള്ളനാട് ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം വാർത്താക്കുറിപ്പിറക്കി. വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതിയിലാണ് നടപടിയെന്നും നേതൃത്വം അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിക്കുകയാണ് മുന്നണികൾ. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കാത്ത കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ CPIM നേതാക്കൾ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഗുരുതര ആരോപണവുമായി UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ രംഗത്തെത്തി. 24-ന് മീറ്റ് ദി കാൻഡിഡേറ്റിലാണ് വോട്ടിന് പണം നൽകുന്നു എന്ന ആരോപണം ഡോക്ടർ തരൂർ ഉന്നയിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാനത്ത് 204 സ്ഥാനാർത്ഥികളാണ് പോരാട്ട രംഗത്ത്. തിങ്കളാഴ്ച വൈകിട്ട് പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. പ്രചരണ രംഗം ചൂടുപിടിച്ചതോടെ കൊണ്ടും കൊടുത്തും മുന്നണികൾ ആരോപണങ്ങളുമായി കളം നിറഞ്ഞു. ഒരിടത്തും BJPക്ക് 2ാം സ്ഥാനം പോലും കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഈ 20-ൽ 1-ൽ പോലും BJP ജയിക്കില്ല. 20-ൽ 1-ലും BJPക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാകില്ല. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണം ഘടിപ്പിച്ച് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തി. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി അവിടെ പരിപാടിയുടെ സമാപനം കഴിഞ്ഞ മാസം 17-ന് നടന്നപ്പോൾ അതിൽ ഉൾപ്പെടെ ഒരു കാര്യവും പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കൂട്ടാക്കിയില്ല. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് തേടുന്നുവെന്ന ആരോപണവുമായി ഡോക്ടർ ശശി തരൂർ. തെളിവുകളുണ്ട്, പക്ഷേ ആ തെളിവിനെ പബ്ലിക്കലി കാണിക്കാനുള്ള ബുദ്ധിമുട്ട് പണം എടുത്തവരോ പണം കിട്ടിയവരോ പണത്തിൻ്റെ പ്രോമിസ് കേട്ടവരോ അവർ പബ്ലിക്കലി അത് പറയാൻ തയ്യാറായിരിക്കുന്നില്ല. പ്രൈവറ്റ്ലി പലരും പറഞ്ഞു. UDF-ൽ തുടരാനാണ് ആഗ്രഹിച്ചതും തീരുമാനിച്ചതുമെന്നും എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിനായി മുന്നോട്ട് വെച്ച ഫോർമുല അട്ടിമറിക്കപ്പെട്ടെന്നും കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. ഉമ്മൻചാണ്ടി സാറ് സെറ്റിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം വെച്ച ഒരു ഫോർമുല ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. UDF കൂടി ഞങ്ങളെ പുറത്താക്കുന്ന ദിവസത്തിന് തലേ ദിവസം രാത്രിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. SDPI പിന്തുണയുടെ പേരിൽ BJPയോടൊപ്പം ചേർന്ന് കോൺഗ്രസിനെ ഇകഴ്ത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പറഞ്ഞു.
വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിനിറങ്ങി മറിയാമ്മ ഉമ്മനും ചാണ്ടി ഉമ്മനും. AK ആന്റണിയുടെ മകന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മക്കളും BJPയിലേക്ക് പോകുമെന്ന പ്രചാരണം തള്ളി കുടുംബം രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രചാരണത്തിൽ സജീവമായത്. പന്തളം ഉള്ളന്നൂരിൽ നടത്തിയ കുടുംബയോഗത്തിൽ പങ്കെടുത്താണ് മറിയാമ്മ ഉമ്മൻ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വോട്ട് ചോദിച്ചത്. ഉമ്മൻചാണ്ടിയുടെ മക്കൾ BJPയിലേക്ക് പോകുന്നു അസത്യപ്രചരണം നടക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അത് ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാവരും കൗതുകത്തോടെ കാത്തിരുന്നത് അനിൽ ആന്റണിക്കെതിരെ എന്തെങ്കിലും പറയുമോ എന്ന്. അനിൽ ആന്റണി എൻ്റെ മകൻ, എൻ്റെ ചാണ്ടി ഉമ്മന് തുല്യമാണ്. അല്ലാണ്ടിക്കാനായിട്ട് പ്രസംഗിക്കാനൊന്നുമല്ല ഞാനിവിടെ വന്നിരിക്കും. പക്ഷെ ആ പ്രസ്ഥാനം എനിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു പ്രസ്ഥാനമാണ്. അല്ലാണ്ടി എനിക്ക് അനിൽ മോൻ ചാണ്ടി മോനെ പോലെ തന്നെയാണ്. ഒരമ്മ മനസ്സാണ് എനിക്കുള്ളത്. ഉമ്മൻചാണ്ടി കുടുംബത്തെ പ്രചാരണ രംഗത്ത് സജീവമാക്കി ഓർമ്മകൾ നിലനിർത്തുന്നതിനോടൊപ്പം മക്കൾ BJPയിലേക്ക് പോകുമെന്ന പ്രചാരണത്തിന് തടയിടുക കൂടിയാണ് UDF ക്യാമ്പിന്റെ ലക്ഷ്യം. വരും ദിവസങ്ങളിൽ അച്ചു ഉമ്മനും മരിയ ഉമ്മനും പ്രചാരണത്തിനിറങ്ങും. എതിർചേരിയായ ശേഷം ആദ്യമായി അനിൽ ആന്റണിയും ചാണ്ടി ഉമ്മനും പൊതുവേദിയിൽ ഒരുമിച്ചെത്തിയതും കൗതുകമായി. 24 പത്തനംതിട്ട. തമിഴ്നാട് BJP അധ്യക്ഷനും കോയമ്പത്തൂർ സ്ഥാനാർത്ഥിയുമായ K അണ്ണാമലയ്ക്കെതിരെ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കന്നി വോട്ടർമാർക്കായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് അതിന്റെ മറവിൽ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നുവെന്നാണ് പരാതി. മത്സരത്തിന്റെ പ്രചാരണ ബോർഡുകളിലും കാർഡുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അണ്ണാമലയുടെയും ചിത്രങ്ങളുണ്ടെന്നും പരാതിയുണ്ട്. ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങൾക്ക് അനുമതി നൽകരുതെന്നും DMK ആവശ്യപ്പെട്ടു.